നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. അവിടെ ഒപ്പിക്കണം ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒപ്പിക്കാനുള്ളത് അതല്ല, ഞാൻ പറയാം. ഇതാണ് ഞാൻ വായിക്കട്ടെ. ഉരുളുമ്പോൾ ചരലുരുളില്ല. അല്ല, ഈ പണിക്ക് ഞാനില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല കേട്ടോ. ഓക്കെ, അത് നീ ഒന്ന് പറ. എനിക്ക് മനസ്സിലായില്ല. സോറി, എനിക്ക് മനസ്സിലാവണില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. രണ്ടു പ്രാവശ്യം പറയുന്നത്. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. താങ്ക് യു, ശുക്രിയ. ക്ലാപ്പ് അടിക്കുക, ക്ലാപ്പ് അടിക്കുക. ശുക്രിയ. മുരളി കളരി പഠിക്കാൻ ഒളരിയിലേക്ക് പോയി. വീണ്ടും പറ. മുരളി കളരി പഠിക്കാൻ ഒളരിയിലേക്ക് പോയി. മുരളി കളരി പഠിക്കാൻ ഒരളിയിലേക്ക് പോയി. മുരളി കളരി പഠിക്കാൻ മുരളി കളരി പഠിക്കാൻ ഒരളിയിലേക്ക് പോയി. മതി ആയി. പിന്നെ ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്. അല്ല, എന്താ ചെറുകിണർ പട ചെറുത്. ചെറുപയറുമണി ചെറുത്. കിണർപട ചെറുത്. കിണർപട ചെറുത്. സ്പീഡിൽ പറയണത്. എന്താ പയറ് ചെറുതോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടെക് ട്വിസ്റ്റർ ഞാൻ കൊണ്ടുപോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തു. നീ തോറ്റു. നീ എല്ലാം അപ്പുറത്തുനിന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത്. മലയാളം വായിക്കാൻ അറിയാൻ, നന്നായിട്ട് ആങ്കറിങ് ചെയ്യും, സ്ഫുടതയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? ചുമ്മാതല്ല. ഇത് നാട്ടുകാർ കമന്റ് ഇടുന്നതാണ്. അതല്ല, ഇതിപ്പോ ഞാൻ ആദ്യമേ തന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. കാരണം കടുംകെട്ടി ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സഭ്യമാവണം, മനസ്സിലാവണം. എന്താ പറഞ്ഞത് എനിക്കെന്നെ അറിയില്ല. ഓക്കെ, ഹൗസിനകത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇപ്പൊ ഇത്രയും സ്വീകാര്യത കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കൂടുതലും വീട്ടമ്മമാരാണ് ചേച്ചിയുടെ കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ യങ് ജനറേഷൻ അറിഞ്ഞു അവർ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ, ഹൗ ഡു യു ഫീൽ? ഭയങ്കര, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഇത്രം ഡേയ്സ്, 65 ഡേയ്സ് ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ, ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. കാരണം നമ്മള് ഈ വട്ടം 25 പേരുണ്ടായിരുന്നു ടോട്ടൽ. അപ്പം ഏറ്റവും, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള, നമുക്ക് ഒരു സാമ്യമില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം മാറ്റിപ്പിടുത്തമാണ്. ആ മാറ്റിപ്പിടുത്തത്തില് എനിക്ക് തോന്നുന്നു, ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാൻ കേട്ടത് ഷർണിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഷർണിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു കൾച്ചർ, യുനോ, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ കൾച്ചർ, അതെല്ലാം നല്ല രീതിയിൽ അവിടെ കാണിച്ചു. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഐ മീൻ സൈലന്റ് ഗെയിമർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ അക്സെപ്റ്റഡ്, യെസ് യു ആർ. പിന്നെ ഗെയിംസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ റിവ്യൂ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു.